ആന്റിമൈക്രോബിയൽ പ്രതിരോധം തടയുന്നതിനായി കേരളം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ പലതും ലോക ശ്രദ്ധ ആകർഷിക്കുന്നവയാണ്. ആന്റിബയോട്ടിക് പ്രതിരോധത്തെക്കുറിച്ചുള്ള പൊതുജന ബോധവൽക്കരണത്തിന്റെ കാര്യത്തിലായാലും ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്ന കാര്യത്തിലായാലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കേരളം വളരെയധികം മുന്നിൽ തന്നെയാണ്. AMRമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ രൂപീകരിക്കേണ്ട ആവശ്യകതയും ആപ്ലിക്കേഷന്റെ മോഡലും അതിന്റെ പ്രവർത്തന രീതിയുമാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. AMRമായി ബന്ധപ്പെട്ട് ഈ ആപ്ലിക്കേഷനിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ട രണ്ട് കാര്യങ്ങളാണ് അവെയർ ഓഡിറ്റും പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റും. ഇത്തരം ഒരു ആപ്ലിക്കേഷനിലൂടെ അവെയർ ഓഡിറ്റും പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റും ചെയ്യുകയാണെങ്കിൽ 100% കൃത്യതയുള്ള അവെയർ ഓഡിറ്റും വളരെ എളുപ്പത്തിൽ ദിവസവും പേപ്പർ ഫ്രീ ആയി പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റും ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. ഈ ആപ്പിന്റെ മറ്റ് സവിശേഷതകളാണ് അവെയർ ഓഡിറ്റിന്റെയും പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റിന്റെയും മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. കൂടാതെ സ്ഥാപന തലത്തിലും ജില്ലാ തലത്തിലും ആപ്പിന്റെ പ്രവർത്തന രീതിയും ഡാറ്റയും മോണിറ്റർ ചെയ്യുവാനും റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും എളുപ്പത്തിൽ കഴിയും. മറ്റൊരു പ്രധാന സവിശേഷത പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ധാരാളം പേപ്പർ നമുക്ക് ലാഭിക്കുവാൻ സാധിക്കും. ഉദാഹരണം, സ്ഥാപനങ്ങൾക്ക് മന്ത്ലി റാൻഡമായി 50 പ്രിസ്ക്രിപ്ഷനും ക്വാർട്ടർലി 100 പ്രിസ്ക്രിപ്ഷനുമാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. നിലവിൽ 50 പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ 50 പ്രിസ്ക്രിപ്ഷന്റെ കോപ്പി എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു സ്ഥാപനത്തിന് ഒരു വർഷത്തിൽ 600 കോപ്പി, അതായത് 600 പേപ്പർ മിനിമം ആവശ്യമായി വരും. കേരളം മൊത്തത്തിൽ ഉദ്ദേശം 2000 സ്ഥാപനങ്ങൾ കണക്കൂട്ടിയാൽ പോലും ഒരു വർഷത്തിൽ 12 ലക്ഷത്തോളം പേപ്പർ ആവശ്യമായി വരും. ഇത് ഏറ്റവും കുറഞ്ഞ കണക്കാണ്. സ്ഥാപനത്തിന്റെ എണ്ണം അനുസരിച്ച് ഇതിലും എത്രയോ ഇരട്ടി പേപ്പർ വേണ്ടി വന്നേക്കാം. എന്നാൽ ഒരു പേപ്പർ പോലും ചെലവില്ലാതെ ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിച്ച് പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ചെയ്യുവാൻ സാധിക്കും. മറ്റൊരു പ്രധാന ബെനിഫിറ്റും ഈ ആപ്പ് ഉപയോഗിച്ച് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെയും അവെയർ ഓഡിറ്റും പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റും ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട ഡാറ്റ ഗവൺമെന്റിന് ഈ ആപ്പ് ഉപയോഗിച്ച് മോണിറ്റർ ചെയ്യാനും സാധിക്കും. ഇത്തരത്തിലൊരു ആപ്പ് ഡെവലപ്പ് ചെയ്താൽ അത് സർക്കാർ, സ്വകാര്യ ആശുപത്രി എന്നല്ല, ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലെയും പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ സുഗമമാക്കുവാനും AMRമായി ബന്ധപ്പെട്ട ഡാറ്റ കൃത്യമായി ക്യാപ്ചർ ചെയ്യുവാനും സാധിക്കും. അവെയർ ഓഡിറ്റും പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റും കൂടാതെ AMRമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഈ ആപ്പിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അതായത് AMRന്റെ ബോധവൽക്കരണ IECകൾ ഈ ആപ്പിലൂടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഹബ് ആൻഡ് സ്പോക്കിന്റെ പ്രവർത്തനങ്ങൾ, അതായത് സാമ്പിൾ ജനറേറ്റ് ചെയ്യുന്നത് മുതൽ അതിന്റെ റിപ്പോർട്ട് വരെയുള്ള കാര്യങ്ങൾ ഈ ആപ്പിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. കൂടാതെ AMRന്റെ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടുത്താം. അതായത് AMRമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പിലൂടെ ചെയ്യുവാൻ സാധിക്കുമെന്ന് ചുരുക്കം. ഈ ആപ്പിന്റെ പ്രവർത്തന സ്ട്രക്ചർ എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം. സംസ്ഥാന തലത്തിൽ, അതായത് DHSൽ ആപ്പിന്റെ പ്രവർത്തനങ്ങളും ഡാറ്റയും മോണിറ്റർ ചെയ്യുന്നതിനും റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതിനും ആപ്പുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. WHOയുടെ അവെയർ ക്ലാസിഫിക്കേഷൻ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ ആപ്പിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകണം. തുടർന്ന് ഈ ക്ലാസിഫിക്കേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് സംസ്ഥാന തലത്തിൽ നിന്നായിരിക്കണം. കൂടാതെ AMRമായി ബന്ധപ്പെട്ട പുതിയ ബോധവൽക്കരണ IECകൾ സംസ്ഥാന തലത്തിൽ നിന്ന് തന്നെ ഈ ആപ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം. ജില്ലാ തലത്തിൽ 14 ജില്ലകളിലെയും DMOയിൽ ആപ്പിന്റെ പ്രവർത്തനവും ഡാറ്റയും മോണിറ്റർ ചെയ്യുന്നതിനും റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതിനും ആപ്പുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെ ഉണ്ടായിരിക്കണം. ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ നിലവിലുള്ള സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകണം. കൂടാതെ പുതിയൊരു സ്ഥാപനം ജില്ലയിൽ തുടങ്ങുകയാണെങ്കിൽ ആ സ്ഥാപനത്തിനെ ഈ ആപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്, അതായത് സ്ഥാപനത്തിന്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ജില്ലാ തലത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. സ്ഥാപന തലത്തിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും പ്രവർത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കണം. സ്ഥാപന തലത്തിൽ സ്ഥാപന മേധാവിയാണ് ആപ്പിന്റെ അഡ്മിൻ. അഡ്മിന് തന്റെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള വാർഡുകളിലേക്ക് യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ഉദാഹരണം, ഫാർമസി, കാഷ്വാലിറ്റി, ICU മുതലായവ. യൂസർക്ക് ലഭിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ആപ്പ് ലോഗിൻ ചെയ്ത് യൂസർ ആണ് ആപ്പിൽ ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ യൂസർ എൻ്റർ ചെയ്യുന്ന ഡാറ്റ സ്ഥാപനത്തിലെ അഡ്മിനിലെത്തും. അഡ്മിൻ ഈ ഡാറ്റ പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജില്ലാ തലത്തിലേക്ക് സബ്മിറ്റ് ചെയ്യും. സ്ഥാപന തലത്തിലും സബ്മിറ്റ് ചെയ്ത ഡാറ്റയുടെ റിപ്പോർട്ട് മന്ത്ലി, ക്വാർട്ടർലി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അവെയർ ഓഡിറ്റും പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റും ഈ ആപ്പ് ഉപയോഗിച്ച് ഒരു യൂസർക്ക് എങ്ങനെ എളുപ്പത്തിൽ ഡാറ്റ എൻ്റർ ചെയ്യാമെന്നുള്ള ആപ്ലിക്കേഷന്റെ മോഡൽ ഞാനിവിടെ പരിചയപ്പെടുത്താം. യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ആപ്പിന്റെ ഹോം പേജിലെത്തും. ഹോം പേജിൽ അവെയർ ഓഡിറ്റും പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റും ചെയ്യുവാനുള്ള മെനു കാണാം. അവെയർ ഓഡിറ്റ് ചെയ്യുവാനായി അവെയർ ഓഡിറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന ഭാഗത്ത് അവെയർ ഓഡിറ്റ് നടത്തേണ്ട പീരീഡ്, ഡേറ്റ് എൻ്റർ ചെയ്യുക. പീരീഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആക്സസ്, വാച്ച്, റിസർവ് എന്നിങ്ങനെ 3 ഓപ്ഷൻ വരും. കൂടാതെ റിപ്പോർട്ട്, ആഡ് ന്യൂ ഡ്രഗ്, WHO അവെയർ ക്ലാസിഫിക്കേഷൻ എന്നിവയും കാണാം. റിപ്പോർട്ട് ഓപ്ഷനിൽ നിന്ന് സ്ഥാപനത്തിലെ അവെയർ ഓഡിറ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. ആഡ് ന്യൂ ഡ്രഗ് എന്ന ഓപ്ഷനിൽ ആപ്ലിക്കേഷനിൽ ചേർത്തിട്ടില്ലാത്ത പുതിയ ആന്റിബയോട്ടിക്കുകൾ ഏതെങ്കിലും ലോക്കൽ പർച്ചേസോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവ ഈ ആപ്ലിക്കേഷനിലേക്ക് സ്ഥാപന തലത്തിൽ തന്നെ ചേർക്കുവാനായി ഉപയോഗിക്കാം.
കൂടാതെ സംസ്ഥാന തലത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് WHO ഏറ്റവും ലേറ്റസ്റ്റ് അവെയർ ക്ലാസിഫിക്കേഷനും ഈ ആപ്പിൽ നിന്ന് ലഭിക്കും. അവെയർ ഓഡിറ്റിനായി റിപ്പോർട്ടിംഗ് പീരീഡ് ആഡ് ചെയ്തതിനു ശേഷം ആക്സസ് വാച്ച് റിസർവ് ഉൾപ്പെട്ടിട്ടുള്ള ആന്റിബയോട്ടിക്കുകളുടെ IP/OP ക്വാണ്ടിറ്റിയാണ് ചേർക്കേണ്ടത്. അതിൽ IP വിഭാഗത്തിലുള്ള യൂസർ IPയിൽ വിതരണം ചെയ്ത ആന്റിബയോട്ടിക്കുകളുടെ ക്വാണ്ടിറ്റിയും OP വിഭാഗത്തിലുള്ള യൂസർ OPയിൽ വിതരണം ചെയ്ത ആന്റിബയോട്ടിക്കുകളുടെ ക്വാണ്ടിറ്റിയുമാണ് ചേർക്കേണ്ടത്. ഉദാഹരണം, ആക്സസ് വിഭാഗത്തിലുള്ള ആന്റിബയോട്ടിക്കുകളുടെ വിതരണം എൻ്റർ ചെയ്യാനായി ആക്സസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് ആന്റിബയോട്ടിക്കിന്റെ പേര് സെലക്ട് ചെയ്യുക. ശേഷം വാർഡിലുള്ള ഓപ്പണിംഗ് ബാലൻസ്, റെസിപ്റ്റ് ക്വാണ്ടിറ്റി, അതായത് റിപ്പോർട്ടിംഗ് പീരീഡിൽ വാർഡിലേക്ക് സ്വീകരിച്ച ക്വാണ്ടിറ്റി, ക്ലോസിംഗ് ബാലൻസ് ഇത്രയും എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് പീരീഡിലെ ആന്റിബയോട്ടിക്കിന്റെ യൂട്ടിലൈസേഷൻ ആപ്ലിക്കേഷൻ തന്നെ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യും. ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് എല്ലാ തവണയും എൻ്റർ ചെയ്യേണ്ടതായി വരില്ല. ഒരു പ്രാവശ്യം മാത്രം എൻ്റർ ചെയ്താൽ മതിയാകും. പിന്നീടുള്ള പീരീഡുകളിൽ മുൻ പീരീഡിൽ ചേർത്ത ക്ലോസിംഗ് ബാലൻസ് അടുത്ത പീരീഡിൽ ഓപ്പണിംഗ് ബാലൻസ് ആയി ആപ്ലിക്കേഷൻ തന്നെ ജനറേറ്റ് ചെയ്തോളും. പലർക്കും ഒരു സംശയം തോന്നിയേക്കാം, റിപ്പോർട്ടിംഗ് പീരീഡിലെ ആന്റിബയോട്ടിക്കിന്റെ യൂട്ടിലൈസേഷൻ കണക്ക് കൂട്ടി നേരിട്ട് എൻ്റർ ചെയ്യാതെ എന്തിനായിരിക്കും ഓപ്പണിംഗ് ബാലൻസ്, റെസിപ്റ്റ്, ക്ലോസിംഗ് ബാലൻസ് എന്നിങ്ങനെ എൻ്റർ ചെയ്യുന്നതെന്ന്. അതിന്റെ കാരണം തെറ്റായ യൂട്ടിലൈസേഷൻ എൻ്റർ ചെയ്യാതിരിക്കാനും 100% കൃത്യതയുള്ള അവെയർ ഓഡിറ്റ് ലഭിക്കുവാനും ആന്റിബയോട്ടിക്കുകളുടെ സ്റ്റോക്ക് പൊസിഷൻ അറിയുവാനും വേണ്ടിയാണ്. ഇത്തരത്തിൽ ആക്സസ് വാച്ച് റിസർവിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആന്റിബയോട്ടിക്കുകളുടെയും വിതരണ വിവരങ്ങൾ എൻ്റർ ചെയ്ത ശേഷം റിപ്പോർട്ട് എന്ന ഓപ്ഷനിൽ നിന്ന് സ്ഥാപനത്തിലെ ആക്സസ് വാച്ച് റിസർവ് ആന്റിബയോട്ടിക്കുകളുടെ പെർസെൻറ്റേജും അറിയുവാൻ സാധിക്കും. നെക്സ്റ്റ്, പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ചെയ്യുവാനായി ഹോം പേജിൽ നിന്നും പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അപ്ലോഡ് പ്രിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫോണിലെ ക്യാമറ ഓപ്പൺ ആകും. ഈ ക്യാമറ ഉപയോഗിച്ച് പ്രിസ്ക്രിപ്ഷൻ സ്കാൻ ചെയ്യുക, അതായത് പ്രിസ്ക്രിപ്ഷന്റെ ഫോട്ടോ എടുക്കുക. ശേഷം അപ്ലോഡ് പ്രിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്പെൻസിങ്ങിന്റെ ഇടയിൽ ഇത്തരത്തിൽ ദിവസവും റാൻഡമായി 2-3 പ്രിസ്ക്രിപ്ഷനുകൾ അപ്ലോഡ് ചെയ്തിടുക. ശേഷം ഡിസ്പെൻസിങ് തുടരാം. പിന്നീട് ഡിസ്പെൻസിങ് തീർന്നതിന് ശേഷം അപ്ലോഡ് ചെയ്ത പ്രിസ്ക്രിപ്ഷനുകൾ ഇൻകംപ്ലീറ്റ് ആയി കാണാം. ഓരോ ഇൻകംപ്ലീറ്റിലും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്ത പ്രിസ്ക്രിപ്ഷൻ കാണാം. ഓരോ പ്രിസ്ക്രിപ്ഷന്റെയും ഡേറ്റ്, OPD അല്ലെങ്കിൽ IPD നമ്പർ, പ്രിസ്ക്രൈബ്ഡ് നെയിം എന്നിവ ചേർത്ത ശേഷം തുടർന്നുള്ള ഓഡിറ്റ് പാരാമീറ്റർ ആയ ക്വസ്റ്റ്യനുകൾക്ക് യെസ് ഓർ നോ ക്ലിക്ക് ചെയ്യുക. ശേഷം റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ ചേർത്ത ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇൻകംപ്ലീറ്റ് ആയ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് പൂർത്തിയായി കംപ്ലീറ്റ് എന്ന് കാണിക്കും. ഇത്തരത്തിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളവയെല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റിന്റെ വിവരങ്ങൾ സ്ഥാപനത്തിലെ അഡ്മിനിൽ ലഭിക്കും. അഡ്മിന് ജില്ലാ തലത്തിലേക്ക് ഇവ സബ്മിറ്റ് ചെയ്യാം. റിപ്പോർട്ട് ഓപ്ഷനിൽ റിപ്പോർട്ടിംഗ് പീരീഡ് ചേർത്താൽ ആ പീരീഡിൽ എത്ര പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ചെയ്തു എന്നും പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റിന്റെ റിപ്പോർട്ട് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ ലഭിക്കും. AMRന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്തരമൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകത ഈ വീഡിയോയിലൂടെ വ്യക്തമായി എന്ന് വിശ്വസിക്കാം.